വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടന്നത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. ശോകമേതും യോഗ്യം അല്ലരിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ശോകമേതും യോഗ്യം അല്ലരിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. സാധനമുൾക്കൊടി നൽകിയ ലോകമേ നീ വരും പിറവി എന്തിനാ. സാധനമുൾക്കൊടി നൽകിയ ലോകമേ നീ വരും പിറവി. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുവാൻ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുവാൻ നേരവും യേശുവേ നോക്കിടും.
നടത്തിയ വിധങ്ങളെ ഓർത്തു നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി.
മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? കർത്താവിന്റെ പരസ്യ ശുശ്രൂഷക്കാരനെ തന്നെയേറെ സ്നേഹിച്ച പത്രോസിനെ മാറ്റി നിർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ ബർയോനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ശിമോനായ പത്രോസ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, നിനക്ക് ഇവരിലധികമായി എന്നോട് പ്രിയമുണ്ടോ? പലപ്പോഴായ യേശുവിന്റെ ചോദ്യത്തിൽ പത്രോസ് അടിപതറിപ്പോയി. പത്രോസ് യേശുവിനോട് പറയുക, കർത്താവേ, അങ്ങയ്ക്ക് സകലതും അറിയാം, അങ്ങെല്ലാം അറിയുന്നു, അങ്ങയ്ക്ക് സകലതും അറിയാം. ഈ രാത്രി അക്കാലത്തിൽ പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് രാത്രി നമ്മളോട് വന്ന കർത്താവ് ചോദിച്ചാൽ, പ്രിയരെ, നമുക്കതിനെന്ത് മറുപടി പറയുവാൻ കഴിയും? എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രിയരെ, നാം അതിന് എന്ത് മറുപടി പറയും? ഇന്ന് രാത്രി നാം പറയാൻ തയ്യാറാകണം, ലോർഡ്, ഐ ലവ് യു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങോട്ട് പ്രിയമുണ്ട്, അവൻ എനിക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട്. എനിക്കങ്ങ് ദാനമായി തന്നിട്ടുള്ള സകല ദാനത്തെക്കാളും ഉപരിയായി എൻ്റെ പിതാവിനേക്കാൾ, എൻ്റെ മാതാവിനേക്കാൾ, അങ്ങ് എനിക്ക് ദാനം തന്നെ എൻ്റെ കുഞ്ഞിനേക്കാൾ, എനിക്ക് ദാനമായി തന്നിട്ടുള്ള സകലതിനേക്കാളും ഉപരിയായി, ലോർഡ്, ഐ ലവ് യു എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർ കരങ്ങളിൽ എടുത്തൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങ് എനിക്ക് ദാനമായി തന്നിട്ടുള്ള സകലതിനേക്കാളും ഉപരിയായി ദാതാവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നവർ ഒരിക്കൽ കൂടി ശക്തിയോടെ ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരാനന്ദത്തിന്റെ പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആ കരകളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. എന്താനന്ദം, എനിക്ക് എന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം ജീവിതം. എന്താനന്ദം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം ജീവിതം.
കാറ്റുവെടിലേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ ഒന്നീരും മുട്ടില്ലാതെ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരം വിശ്വാസ കാറ്റുവെടിലേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ ഒന്നീരും മുട്ടില്ലാതെ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം ആനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താവിധം അത് മനോഹരം എന്തു സന്തോഷമാം ജീവിതം
ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. എന്താനന്ദം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും സുഖം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരം വിശ്വാസത്താൽ ചുവടിലെത്തി. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ ഒന്നീരും മുട്ടിടാതെ വന്നു. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരം വിശ്വാസത്താൽ ചുവടിലെത്തി. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ ഒന്നീരും മുട്ടിടാതെ വന്നു. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധിക്കും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. ആരും വെറുത്താലും ആരും ചെറുത്താലും സാരം ഇല്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ചിരിപ്പാനും കൂട്ടായി പരിക്രമം ചെയ്യുന്നു. ആരും വെറുത്താലും ആരും ചെറുത്താലും സാരം ഇല്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ചിരിപ്പാനും കൂട്ടായി പരിക്രമം ചെയ്യുന്നു. കൂട്ടത്തോടെ പോയിട്ടാലും യേശു എനിക്കുള്ളതാരെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം ജീവിതം. ആരും സഹായിക്കും ആരും സംരക്ഷിക്കുമെന്നുള്ള ഭീതിയേൽക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാടി ഞാൻ യേശുവിന്റെ മാർഗ്ഗം. ആരും സഹായിക്കും ആരും സംരക്ഷിക്കുമെന്നുള്ള തീരെ ബലഹീനനായി കിടന്നാലും ചാടി ഞാൻ യേശുവിന്റെ മാർഗ്ഗം. സഹായമത്യത്ഭുത
സുഖപ്പെടുത്തും എന്നാനന്ദം എനിക്കെന്നാനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാക്കുന്നു ജീവിതം ജീവിത മഹാത്മ്യ കണ്ടവൻ ക്രിസ്തുവിനെ വിട്ടുപോലിരുന്നു സുസ്ഥിരമല്ലാത്ത ലോകസ്നേഹത്തിനായി ഭക്തരായിരുന്നത് ക്രിസ്തീയ ജീവിത മഹാത്മ്യ കണ്ടവൻ ക്രിസ്തുവിനെ വിട്ടുപോലിരുന്നു സുസ്ഥിരമല്ലാത്ത ലോകസ്നേഹത്തിനായി ഭക്തരായിരുന്നത് പാപങ്ങൾ പോക്കാതെ ശാപങ്ങൾ നീക്കാതെ ഭൂലോകം വന്നാരയ്യ മരിതരെ നീക്കാതെ പരലോകം ചേർക്കാതെ സിലുവയെ സുമന്താരയ്യ കണ്ണീരെ തുടയ്ക്കാരയ്യ സന്തോഷം കണ്ടാരയ്യ കണ്ണീരെ തുടയ്ക്കാരയ്യ സന്തോഷം കണ്ടാരയ്യ
ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാനാവിനാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നോർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാനാവിനാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നോർത്തിടും കൃപയാ. കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി.
നിത്യവും തങ്കരത്താൽ നിന്നകളേറിടും വേളകളിൽ വൈദുഷിയേറിടും നാടുകളിൽ തളർന്നിടാതെ മനം നടത്തുന്നവൻ താങ്ങിടും നിത്യവും തങ്കരത്താൽ കൃപയാൽ 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 കൃപയാൽ
ഹല്ലേലൂയ. നാം നടക്കുന്നത് കൃപയാലാണ്. എനിക്കൊരു ചെറിയ അനുഭവം പറയുവാനുള്ളത്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്ത് ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്ന ആ സമയത്തൊക്കെ രാത്രി പവർ കട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 6 മണി 7 മണി ആ സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കും. ഒരു മൈതാനം പോലെയുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് പാടി കർത്താവിനെ ആരാധിക്കും. ഞങ്ങൾക്ക് ലീവ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു കൺവെൻഷൻ പോലെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ നാട്ടി ചെറിയ കൺവെൻഷൻ പോലെയൊക്കെ ചെയ്ത് ഞങ്ങൾ അന്നിരിക്കുമായിരുന്നു. അന്ന് ഞാൻ പാട്ടുപാടും, എൻ്റെ സഹോദരങ്ങൾ കീബോർഡ് വായിക്കും. അങ്ങനെയൊക്കെ കീബോർഡ് മീൻസ് പാത്രമൊക്കെ ഇട്ട് അടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കൺവെൻഷൻ അങ്ങ് നടത്തും. അപ്പോൾ പള്ളിയിലെ അച്ഛൻ, അന്നത്തെ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛൻ, അദ്ദേഹം പവർ കട്ട് സമയത്ത് ആ സമയത്ത് വിസിറ്റിന് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, അവിടെ കുറേ പിള്ളേർ കിടന്ന് പാടുന്നുണ്ടല്ലോ, അത് ആരാ? അപ്പോൾ പറഞ്ഞു, കുറേ പെന്തക്കോസ്റ്റ് പിള്ളേരാ, അവരാ പാടുകയൊക്കെ ചെയ്യുന്നത് പറയുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ പള്ളിയിൽ അദ്ദേഹം വിളിച്ചു പറയുവാനിടയായി, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സമയത്ത് എന്തെല്ലാം പണി ചെയ്യും. ആ സമയത്ത് ഈ ക്രിസ്ത്യൻ പിള്ളേർ, പെന്തക്കോസ്റ്റ് പിള്ളേർ കർത്താവിനെ ഹല്ലേലൂയ ആരാധിക്കുക. അതുപോലെ തന്നെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പോലും പ്രൈസ് ദി ലോർഡ് ഞങ്ങൾക്ക് അറിയുന്ന, ഞങ്ങളുടെ അറിവിലാണ് ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ നടത്തുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ വിശ്വസിച്ചു, ദൈവം ഞങ്ങൾ ഏതെങ്കിലും നിലയിൽ അവന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന, അവന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചറിയിക്കുന്ന അവൻ ശുശ്രൂഷക്കാരായി ഞങ്ങളെ ദൈവം ഉയർത്തുമെന്ന് ഞങ്ങളന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളാക്കി തീർത്തു. നമുക്ക് പാടാം ഒരുമിച്ച്. ഞങ്ങൾ ഇതുവരെ ഏറ്റുവാൻ നീ മാത്രമേ ദൈവമേ. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ പാരമ്പര്യമല്ല, അത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വചനം പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് വൈകിയാലും വരും നിശ്ചയം, അത് താമസിക്കയില്ല. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം.
ജീവിതത്തിൽ തോൽവികളൊക്കെ വന്ന സമയത്ത് അവർ യഹോവ നീസിയായി, യഹോവ കൊടിയായി, ജയക്കൊടിയായി വെളിപ്പെട്ട കർത്താവാണ്. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സിയായി. കഴിവല്ല നിൻ കൃപയായി, ബലമല്ല നിൻ ദയയായി. കഴിവല്ല നിൻ കൃപയായി, ബലമല്ല നിൻ ദയയായി. ഞങ്ങൾ ഇതുവരെ നീ മാത്രമേ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രമേ യേശുവേ. എനിക്കതായി കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എനിക്കതായി കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എബേനെസർ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബേനെസർ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയായി, ബലമല്ല നിൻ ദയയായി. കഴിവല്ല നിൻ കൃപയായി,
ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ പാരമ്പര്യത്തിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം അതനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി പേരുകളാവുള്ളത്. യഹോവ ഈരെ, യഹോവ റാഫ, യഹോവ എൽ ശദ്ദായ് എന്ന് തുടങ്ങി ഒട്ടനവധി പേരുകൾ വചനത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായി കഴിയും. ആ ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യമെന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടി മുതൽ അവൻ വലിയ പ്രായമായ ആൾക്കാർ വരെ അവരോടൊക്കെ ചോദിച്ചാൽ, നിങ്ങൾക്ക് കർത്താവ് ചെയ്ത നന്മകളെ പറയാൻ പറഞ്ഞാൽ, ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ, ദൈവം എനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഒത്തിരി നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട്. നമുക്കതിന് സമയം പോരാ. എന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്താൽ ഞാൻ ചോദിക്കുന്നു, ദൈവം നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒട്ടനവധി നന്മകൾ കർത്താവ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒത്തിരി നന്മകൾ, എണ്ണിയാൽ തീരാത്ത ഒട്ടനവധി നന്മകൾ ഉടയവൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആ ഒരു ചോദ്യചിഹ്നവുമായി അതിന്റെ മറുപടി കണ്ടെത്തി വേണം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നാം മടങ്ങി പോകുവാൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് മനോഹരമായ ഒരു പഴയ ആരാധനയ്ക്ക് പാടി ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം.
പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുന്നില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറും. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ എന്നെ വീണ്ടെടുത്തല്ലോ. അമ്മാതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യതയോടെ എന്നെ വീണ്ടെടുത്തല്ലോ. മലയോടെ ചുമന്നവൻ കരുണയോടെ, നിന്നോട് തുല്യതയാരുമില്ല. മലയോടെ ചുമന്നവൻ കരുണയോടെ, നിന്നോട് എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ പൊഴിഞ്ഞു വീഴും, അതു ആയി പോലെ തീരങ്ങും. അതു മഞ്ഞു പോലെ പൊഴിഞ്ഞു വീഴും, അതു ആയി പോലെ പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുന്നില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുന്നില്ല.
ലോർഡ്. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോകുന്നു. എല്ലാവരും വേഗത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ലിടയനായ കർത്താവിനെ രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ നാം ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുക, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാവരും കൈവിടിയുമ്പോൾ, സ്വന്തം സഹോദരൻ പോലും തള്ളിക്കളയുമ്പോൾ, നമ്മെ ഒരിക്കലും തള്ളിക്കളയാതെ, ഹല്ലേലൂയ, നമ്മെ ഒരിക്കലും, ഹല്ലേലൂയ, സ്തോത്രം, തള്ളിക്കളയാത്ത നല്ല കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഇത്ര നല്ല സ്നേഹിതനായ കർത്താവിനെ അവന് രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരം ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. Look
ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശത്തെ ഭൂമിയിലാക്കി നമ്മെ സഹായിപ്പാൻ കഴിയും. നമ്മെ വെടിവെക്കുന്ന, നമ്മെ ഉദ്ധരിക്കുന്ന അപ്പൻ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാമോ പ്രിയരേ? എന്നെ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. ആരുക ശബ്ദപാടുക സഭ, ആരുക പ്രാർത്ഥിക്കുമ്പോ കർത്താവേ ഈ നിന്റെ ദാസർക്കു ദിവ്യഗീതത്തെ നീ കാട്ടുക. ഓ കർത്താവേ ഈ നിന്റെ ദാസർക്കു ദിവ്യഗീതത്തെ നീ കാട്ടുക. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ പാദത്തിൽ. എന്നെ എന്നൂഴിയത്തിൽ
സമക്ഷത്ത് പാടാമോ? നമ്മളെ വിളിച്ച ദൈവമേ, അടൈത്തവരേ എന്നൂഴിയത്തിൻ ആരാധനമേ. എത്തனை നിന്ദകൾ, എത്തனை தேவകൾ என சூழலின்றாலும் உமை பார்க்கிறே. எத்தனை நிந்தகள், எத்தனை தேவகள் என சூழலின்றாலும் உமை பார்க்கிறே. உத்தம ஊழியர் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்கிட உண்மையாய் ஓடுகிறேன். அடைத்தவரே, அடைத்தவர் சமசப்தம் ஏற்றப்படாமோ? ஊழியத்திலோ ஆதாரமே, வெளிச்சவரே, வெளிச்சவரே, நேரையுடே ஆதாரமே, வெளிச்சவரே, வெளிச்சவரே, நேரையுடே அழைத்தவரே, அழைத்தவரே சக்தியோடு ஆதாரமே. என் ജീവനേ ഐതികടങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളുടെ കരങ്ങൾ ഉയർന്നില്ലല്ലോ. ഓ എൻ ജീവനേ, എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എനിക്ക് അങ്ങ് ദാനമായി തന്നിട്ടുള്ള സകലതിനേക്കാളും ഉപരിയായി എൻ ജീവനേ എൻ ജീവനേ കാലും നീ ഐതികടങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയാമോ? എന്റെ ജീവനേക്കാൾ എനിക്ക് അവിടുന്ന് ദാനമായി തന്നിട്ടുള്ള സകലതിനേക്കാളും ഉപരിയായി കർത്താവേ, അങ്ങ് മാത്രം എനിക്ക് മതി എന്ന് പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ശക്തിയോട് ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ, ഇടിമുഴക്ക ശബ്ദത്തോടെ, കാഹളനാദ ശബ്ദത്തോടെ, പെരുവെള്ളത്തിന് ഇരച്ചിലോടെ ഹല്ലേലൂയ. സമയദാത സ്ഥാനങ്ങളിലേക്ക് പോലെ കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുന്ന ഹല്ലേലൂയ മഹത്വം. ദാവീദ് പോലെന്നും ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുന്ന ഹല്ലേലൂയ മഹത്വം.
സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. അങ്ങന്റെ ഉപനദി അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിന്റെ രക്ഷകനായവൻ. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിന്റെ രക്ഷകനായവൻ. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനും മഹത്വം.